കുറച്ച് ദിവസമായി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്തു പറ്റി? എന്താണ് അത്യാവശ്യം? നീ വല്ലതും അറിഞ്ഞോ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. നീ എങ്ങനെ അറിയാൻ? എപ്പോഴും നിസ്കാരം, ദിക്ർ, ഖുർആൻ ഇങ്ങനെയൊക്കെ നടന്നാൽ നാട്ടിൽ നടക്കുന്നതെന്നും അറിയുമോ? അല്ല, നാട്ടിൽ എന്ത് നടക്കുന്നു? കുന്തം, ഇതിനൊന്നും അറിയില്ല. എടി, വടക്കേലെ സുബൈറിന്റെ മോൾ ഒരുത്തന്റെ കൂടെ പോയി. ആട്ടോ ഉമ്മന്റെ മോൻ ദൂരെ എവിടെയോ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വന്നത് അവനേക്കാൾ പ്രായമുള്ള പെണ്ണും പിള്ളയും കൊണ്ടാണ്. പിന്നെ അബൂബക്കറിന്റെ മോൻ +2 മൂന്നാമത്തെ തോറ്റു. പക്ഷെ അവന്റെ ഉമ്മ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് full A+ എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ അവലും കൂടി നശിപ്പിക്കുമല്ലോ. ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയൽ പരദൂഷണമാണ്. അവനവരുടെ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അവരുടെ ഉള്ള കാര്യം പറയൽ പരദൂഷണവും ഇല്ലാത്തത് പറയൽ അപരാധവുമാണ്. പിന്നെ ആര് പറഞ്ഞു ഇതൊക്കെ? ഖുർആനിലുണ്ടോ? ഖുർആൻ അല്ലാഹു പറയുന്നു, വലാ തജസ്സസു, നിങ്ങൾ മറ്റൊരാളുടെ പിറകെ പോയി അവരുടെ ജീവിതത്തെ ചികയരുത്. ഇൻഷാ അല്ലാഹ്, ഞാൻ എന്നെ സൂക്ഷിക്കാം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എടി, പിന്നെ ആ ബൈക്കിൽ പോകുന്ന ഭാര്യ ഭർത്താവിനെ കണ്ടോ? അവരെ കുറിച്ച് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. നീ അടുത്ത കാലത്തൊന്നും നന്നാവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. എന്നാൽ ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇതിനെല്ലാം ശിക്ഷ ഇവിടുന്ന് തന്നെ ലഭിക്കും. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം പറയാനും ആരോടും ഒരു ബാധ്യതയുമില്ലാതെ മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.